to dais. Very good evening all. Welcome to our press meet and our new product launch. I request everyone to stand 1 minute for a silent prayer. ഹൈക്കോൺ 1991 കേരളത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറിയതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇതിൽ വലിയൊരു പങ്ക് മീഡിയക്കുണ്ട്. ഹൈക്കോൺ എന്ന ബ്രാൻഡിനെ മാർക്കറ്റിലെ 1-ാം നമ്പർ പ്രൊഡക്റ്റുകൾ ഒന്നായി നിങ്ങൾ തന്ന അംഗീകാരം വിലമതിക്കാത്തതാണ്. എന്നിൽ നിശ്ചിതമായ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഹൈക്കോൺ എന്ന ബ്രാൻഡിനെ ലോകം മുഴുവൻ എത്തിക്കാൻ സാങ്കേതികമായും ക്രിയാത്മകമായും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഹൈക്കോണിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ ക്രിസ്റ്റോ ജോർജ് സാറിനെ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറിന്റെ അർപ്പണ മനോഭാവമാണ് ഹൈക്കോൺ ഫാമിലിക്ക് എല്ലാത്തിനും പ്രചോദനം. തുടർന്ന് ഇവിടെ എത്തിച്ചേർന്ന പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഈ പത്രസമ്മേളനത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. തുടർന്ന് വരുന്ന എല്ലാ പുതിയ സംരംഭങ്ങൾക്കും നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിച്ചുകൊള്ളുന്നു. ഹൈക്കോണിന്റെ പ്രോഡക്റ്റ് വിൽപ്പനാർത്ഥ സേവനവും നടത്തി വരുന്ന ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഡീലേഴ്സ് എന്നിവയ്ക്കും കമ്പനിയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഹൈക്കോണിന്റെ ഇന്നത്തെ നിലയിൽ എത്തിയ ഒട്ടനവധി പേരുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഫലമാണ്. ഹൈക്കോൺ ടീമിനെയും ഇവിടെ എത്തിയ കസ്റ്റമേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന മറ്റെല്ലാവർക്കും ഈ പത്രസമ്മേളനത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ പത്രസമ്മേളനത്തിന്റെ വിജയത്തിനായി എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. I request our chairman and managing director Mr. Cristo George to introduce our company and our new product. Vice President of Hicon India, Mr. Harry, General Manager, Maheshwaran, Madhya Property, Dealer Distributors, Hicon Sardiകൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഹൈക്കോണിൻ്റെ R&Dയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പുതിയ കാൽവെൽപ്പാണ് ഇൻവെർട്ടർ വിത്ത് ലിഥിയം അയോൺ ബാറ്ററി പാക്ക് എന്ന് പറയും. ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ കൺസെപ്റ്റിൽ ഈ ഇൻവെർട്ടേഴ്സിൻ്റെ കൂടെ തന്നെ ബാറ്ററി പാക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ ഇനിയുള്ള കാലഘട്ടത്തേക്ക് നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മൾ ഓരോ പ്രൊഡക്റ്റുമ്പോൾ എപ്പോഴും ഇമ്പ്രൂവ്മെൻറ്റ്സ് പറഞ്ഞുകൊണ്ടിരിക്കും, പ്രൊഡക്റ്റ് ഡിസൈൻ മാറ്റാം. പക്ഷെ ഇനിയുള്ള കാലഘട്ടത്തിലേക്ക് അത് ഡിസ്റപ്റ്റീവ് പ്രൊഡക്ട്സായി മാറാണ്. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ടോട്ടലും മാറി പുതിയ രൂപം ഉൾക്കൊള്ളുകയാണ്. പറയുകയാണെങ്കിൽ നമ്മൾ ലാൻഡ് ഫോണിൽ നിന്ന് മൊബൈൽ ഫോൺ ലെവലിലേക്ക് മാറാമെന്ന് പറഞ്ഞാൽ ഡിസ്റപ്റ്റീവ് ടെക്നോളജി. ലാൻഡ് ലൈനിൽ ഉണ്ടായിരുന്ന ടെക്നോളജി അല്ല നമ്മൾ മൊബൈൽ ഫോണിൽ ഉപയോഗിക്കുന്ന ടെക്നോളജി. അതേപോലെ തന്നെയാണ് ലോകത്തിൽ വെച്ചിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഒരു 130 വർഷത്തിനും മേലെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാറ്ററി, ലെഡ് ആസിഡ് ബാറ്ററി, ഇനിയുള്ള ഒരു കാലഘട്ടത്തിനുള്ളിൽ നിന്നു പോവുകയും പുതിയ ഒരു കൺസെപ്റ്റിലുള്ള ബാറ്ററി ലിഥിയം അയോൺ ബാറ്ററി പാക്കിലേക്ക് മാറുകയും ഒരു സിറ്റുവേഷനാണ്. അത് ഡിസ്റപ്റ്റീവ് ടെക്നോളജിയാണ്. ആ ടെക്നോളജി ഉൾക്കൊണ്ട് ഇത് ഇത്രയും നമ്മൾ പലർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ബാറ്ററിയാണ്. നമ്മുടെ ഓരോ വ്യക്തിയുടെയും കയ്യിലുള്ള മൊബൈൽ ഫോൺ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന ലിഥിയം അയോൺ ബാറ്ററിയാണ്. അതിലത്തെ കെമിസ്ട്രി പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കൺവെൻഷണൽ ബാറ്ററി എന്നും മാറി നമുക്ക് വളരെ സുപരിചിതമാണ് നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറയുമ്പോൾ. അതിലുപയോഗിക്കുന്ന ലെഡ് ഉണ്ട്, ലെഡ് ആസിഡ് ഉണ്ട്, പിന്നെ നമ്മൾ ബാറ്ററി വാട്ടർ ഉപയോഗിക്കുന്നു. അത് വലിയൊരു പോയ്സണസ് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ആക്ച്വലി. ലെഡ് എന്ന് പറയുന്നത് ലെഡ് ഈസ് വെരി പോയ്സണസ്. പക്ഷെ നമ്മളത് ഡേ ടു ഡേ ലൈഫിൽ അത് യൂസ് ചെയ്ത കാരണം കൊണ്ട് നമ്മളത് ആരും അറിയാണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറിയ ഒരു നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജിയാണ് ഈ ലിഥിയം അയോൺ പാക്ക്. അത് പല മേഖലകളിലേക്കും വളരെ ഫാസ്റ്റായിട്ട് എൻ്റർ ചെയ്യുന്നതാണ്. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാണ്. ആ കോസ്റ്റ് ഓരോ വർഷം 17 തുടങ്ങിയിട്ട് 20% കുറയണതിൻ്റെ ഒരു റീസൺ നമ്മൾ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ബാറ്ററിയാണ്. ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ
60% കോസ്റ്റ് അതിൻ്റെ ബാറ്ററി പാക്കിനാണ്. ഈ ബാറ്ററി പാക്കിൻ്റെ കോസ്റ്റ് നമ്മൾ ഈ മൊബൈൽ ഫോൺ മാസ് യൂസേജ് വന്നപ്പോൾ നമുക്കറിയാം 40,000-50,000 ഉണ്ടായിരുന്ന ഫെസിലിറ്റി ഉള്ള ഫോണിന് 5,000-6,000 രൂപയ്ക്ക് എത്തുന്നത് അതിൻ്റെ മാസ് വോളിയം കൂടുന്ന കാരണമാണ്. അതേപോലെ തന്നെ ഈ ബാറ്ററി കൺസെപ്റ്റ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അത് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് പലർക്കും ഹൈക്കോണിനെ പറ്റി കാര്യമായിട്ട് അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് ജസ്റ്റ് ഐ വിൽ ടേക്ക് ഓൺലി ലെസ് ദാൻ 10 minutes ടു ഇൻട്രൊഡ്യൂസ് വാട്ട് ഹൈക്കോൺ ഈസ്, എന്താണ് ഹൈക്കോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ പ്രോഡക്റ്റുകളാണ് ഹൈക്കോൺ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതൊന്ന് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വെൽക്കം ഓൾ ഓഫ് യു ഫോർ ദിസ് പ്രോഗ്രാം. ഹൈക്കോൺ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1991 എൻ്റെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അന്ന് സ്റ്റാർട്ടപ്പ് ആയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. 5 ഉള്ള എംപ്ലോയീസിൽ നിന്ന് തുടങ്ങിയ ആദ്യത്തെ യൂണിറ്റാണ്. വളരെ ചെറിയൊരു വീട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. 50,000 മുതൽ മുടക്കി തുടങ്ങിയ ഒരു യൂണിറ്റ് ഇന്ന് നമുക്ക് 450 പരം എംപ്ലോയീസ് ഡയറക്റ്റ് ആയിട്ടുണ്ട്. 4 മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് ഇപ്പോൾ ഉള്ളത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹൈക്കോൺ എന്താണെന്നുള്ളത്. ഹൈക്കോണിൻ്റെ പേര് ആദ്യത്തെ പ്രോഡക്റ്റ് ഞങ്ങളുടെ വാട്ടർ ലെവൽ കൺട്രോളർ എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അതിനുള്ള ഹൈക്കോണിൻ്റെ ഹൈഡ്രോ കൺട്രോൾസ് എന്നുള്ളതിൻ്റെ ഷോർട്ടായിട്ട് എടുത്തിട്ടുള്ളതാണ് ഹൈക്കോൺ എന്ന പേര് നമ്മൾ ഉണ്ടാക്കിയിരുന്നതെന്ന്. ഇത് ഞങ്ങളുടെ യൂണിറ്റ് 1 ആണ്. ഇവിടെയാണ് ഇൻവെർട്ടേഴ്സ് നോർമലി പവർ ഇലക്ട്രോണിക് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഹൈക്കോൺ ഇന്ത്യ ലിമിറ്റഡ് ഹാവ് 14 ബ്രാഞ്ചസ് ഓൾ ഓവർ ഇന്ത്യ. അവിടെ സർവീസും സെയിൽസ് എല്ലാം ഈ ബ്രാഞ്ചിൽ നിന്നാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സ്പോർട്ട് സോണിൽ നമുക്ക് ഹൈക്കോൺ ട്രാൻസ്ക്രിപ്റ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. വി ആർ ഇൻറ്റു മെഡിക്കൽ ട്രാൻസ്ക്രിപ്റ്റ്സ്. അമേരിക്കൻ ഡോക്ടേഴ്സ്ക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. ഹൈക്കോണിൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് സോളാർ വാട്ടർ ഹീറ്റർ മാനുഫാക്ചർ കോയമ്പത്തൂരാണ്. ഇത് പൂനെയിലുള്ള യൂണിറ്റാണ്. സോളാർ വാട്ടറിൻ്റെ സെൻട്രൽ ഇന്ത്യയിലേക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാനുഫാക്ചറിങ് യൂണിറ്റാണ്. ഇത് ഹൈക്കോൺ ഈ പ്രൊഡക്റ്റ് ലിഥിയം അയോൺ ബാറ്ററി മാനുഫാക്ചറിങ് ഞങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. HSTM കമ്പനിയിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടെങ്കിലും പുതിയൊരു ഫാക്ടറി നമ്മൾ 22-ാം തീയതി ഇനാഗുറേറ്റ് ചെയ്യാണ്. അതിൻ്റെ പിക്ചറിലൂടെ കാണിച്ചു തന്നുള്ളൂ. ഇറ്റ് വിൽ ബി ഇനാഗുറേറ്റഡ് ബൈ മിസ്റ്റർ M.M. മണി, മിനിസ്റ്റർ ഓഫ് ഇലക്ട്രിസിറ്റി. ഞാൻ ഈ വേളയിൽ നിങ്ങളെല്ലാവരും അതിലേക്ക് കൂടി ക്ഷണിക്കുകയാണ്. 22-ാം തീയതിയാണത്. വി ഹാവ് എ ജോയിൻറ്റ് വെഞ്ചർ വിത്ത് എലൈറ്റ് ഫോർ സോളാർ പവർ പ്ലാന്റ്സ്. വി ആർ ഓൾസോ ഇൻറ്റു ക്രോപ്സ് ഇന്ത്യ ബയോടെക് ലിമിറ്റഡ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ഹൈക്കോൺ കമ്പനി ഓൺലി. ഞാൻ ഫാസ്റ്റായിട്ട് പോവാണ്, ഇതിൽ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല. ദി മിഷൻ ഈസ് പവർ ഇൻ ദി നേഷൻ. ഞങ്ങളുടെ ലോഗോ ഇറ്റ് സെൽഫ് സ്റ്റേറ്റ്സ് ദാറ്റ് ഹൈക്കോൺ പവർ ഇൻ ദി നേഷൻ. വി റിസീവ് എ നമ്പർ ഓഫ് അവാർഡ്സ്. ഈ അവാർഡ്സ് ഓരോ അവാർഡ് കിട്ടുന്നതും ഇത് ഒരാളുടെ കേപ്പബിലിറ്റി ഉണ്ടല്ലോ. ഇറ്റ്സ് എ ടീം വർക്ക്. എൻ്റയർ ഹൈക്കോൺ ഫാമിലി ഈസ് ബിഹൈൻഡ് ഇറ്റ് ആൻഡ് അവരുടെ സക്സസ് ആണ് ഹൈക്കോണിൻ്റെ സക്സസ്. വി ആർ റിസീവ്ഡ് എ ലോട്ട് ഓഫ് അവാർഡ് ഫ്രം ഡിഫറെൻറ്റ് ഗവൺമെൻറ് ആൻഡ് സ്റ്റേറ്റ് ബോഡീസ്. ദീസ് ആർ അവർ മേജർ പ്രൊഡക്ട്സ്. കൺവെൻഷണൽ പ്രൊഡക്ട്സ് ആണ്. UPS, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് UPS ഉണ്ട്. ടെലികോം സെക്ടറിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ബാറ്ററി ഉണ്ട്. സോളാർ വാട്ടർ ഹീറ്റേഴ്സ് ഉണ്ട്. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനുള്ള സോളാർ വാട്ടർ ഹീറ്റേഴ്സ് ആണ് മെയിൻലി. വലിയ മിൽമ അങ്ങനത്തെ പോലെ വലിയ യൂണിറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഡസ്ട്രിയൽ സിസ്റ്റംസ് ആണ്. പവർ ഗാർഡ്സ് ഉണ്ട്. വീടുകളിലേക്കുള്ള സോളാർ ചെറിയ ഇൻവെർട്ടർ സിസ്റ്റംസ് ഉണ്ട്. ഇത് ഞങ്ങൾ പുതിയൊരു വെർട്ടിക്കൽ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഓൾ ഇൻ വൺ എന്ന് പറയും. ലിഥിയം അയൺ ബാറ്ററി ഉള്ളിൽ വെച്ചിട്ടുള്ള സോളാർ ലൈറ്റിംഗ് സിസ്റ്റംസ് ആണ്. അത് വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ഇന്ന് ഐക്കോണിലുണ്ട്. ഇതാണ് ഞങ്ങൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റാണ് ഈ ലിഥിയം അയോൺ ബാറ്ററി പാക്ക്. ആ ഒരു ബാറ്ററി തന്നെയാണ് നമ്മൾ പുതിയ പ്രൊഡക്റ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇത് ഞങ്ങൾ കുറച്ച് ഇൻസ്റ്റലേഷൻ പിക്ചേഴ്സാണ് സോളാർ വാട്ടർ ഹീറ്റേഴ്സിൻ്റെ. ഇതെല്ലാം ഡിഫറെൻറ്റ് ഓൾ ഓവർ ഇന്ത്യയിൽ നമ്മൾ ഇൻസ്റ്റലേഷൻസ് ഉണ്ട്. അതിൻ്റെ പിക്ചേഴ്സാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഇത് അധികം സോളാർ വാട്ടർ ഹീറ്റേഴ്സിൻ്റെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന് കൊടുക്കുന്ന പിക്ചേഴ്സാണ്. അതേപോലെ ഇത് സോളാർ പവർ പ്ലാന്റ്സ് വിത്ത് ബാറ്ററി. നിങ്ങൾക്ക് കാണാം പണ്ടത്തെ ബാറ്ററി എന്തുമാത്രം സൈസ് ഉണ്ടെന്നുള്ളത്. ആ ബാറ്ററി ബാങ്കിൻ്റെ ഏരിയ ഇറ്റ് വിൽ ബി റെഡ്യൂസ് ടു എ സ്മോൾ ഒരു കസരയുടെ വലുപ്പത്തിലേക്ക് മാറാണ്. അപ്പോൾ ഈ പണ്ടത്തെ കൺവെൻഷണൽ ബാറ്ററിയിൽ നിന്ന് പുതിയതിലേക്ക് ഇപ്പോൾ പോകുന്നുള്ള കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇങ്ങനെയാണ് സാധാരണ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം വെക്കുന്നത്. ബാറ്ററിയും UPS ഉണ്ടാവും. വലിയൊരു ഏരിയ ബാറ്ററിക്ക് വേണ്ടി പോകും. അത് മെയിൻറ്റെയിൻ ചെയ്യണം. വി ആർ ഓൾസോ ഇൻറ്റു സ്ട്രീറ്റ് ലൈറ്റ്സ്. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം പലപ്പോഴും ഉണ്ടാവണം. നിങ്ങൾ പലപ്പോഴും നോക്കിയിട്ടുണ്ടാവും. അതിൻ്റെ ലൈഫ് വളരെ പലപ്പോഴും എഫക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ലെഡ് ആസിഡ് ബാറ്ററിയുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നത് കാരണമാണ്. പുതിയ ജനറേഷനിലേക്ക് ഈ ടൈപ്പ് ബാറ്ററി വരുമ്പോൾ അതിൻ്റെ ലൈഫ് 15 വർഷം തൊട്ടിട്ട് 20 വർഷം വരെ കിട്ടും. ഇത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റ് ഐക്കോൺ ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. KSEBയുടെ കുറ്റിപ്പുറം ഏരിയയിൽ ചെയ്തിട്ടുള്ളതാണ്. സോ വി ആർ സപ്ലൈ നോട്ട് ഓൺലി ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഓൾ ഓവർ ഇന്ത്യ. നമ്മൾ ഡിഫൻസിന് സപ്ലൈ ഉണ്ട്, ടെലികോമിന് സപ്ലൈ ഉണ്ട്, കോർപ്പറേറ്റ്സിന് സപ്ലൈ ചെയ്യുന്നുണ്ട്, ബാങ്ക്സ്
നമ്മുടെ കസ്റ്റമേഴ്സാണ് ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ട്രാവൽസ്, IT. ഇത് ഹൈക്കോണിൻ്റെ ടീമാണ്. വി ഹാവ് 450 അധികം എംപ്ലോയീസ് ഇന്ന് ഹൈക്കോണിലുണ്ട്. വി ടേക്ക് കെയർ ഓഫ് അവർ എംപ്ലോയീസ്. കാരണം എംപ്ലോയി വളർന്നാൽ മാത്രമേ കമ്പനി ഗ്രോ ചെയ്യുന്നുള്ളൊരു കൺസെപ്റ്റിലൂടെ വളർന്ന ഒരു കമ്പനിയാണ് ഹൈക്കോൺ. സോ ദിസ് ഇസ് ദി മോഡൽ ഓഫ് ദി പ്രൊഡക്റ്റ് വിച്ച് വി ആർ ഗോയിങ് ടു ലോഞ്ച് ഹിയർ. ഇത് സാധാരണ ഒരു കൺവെൻഷണൽ ഇൻവെർട്ടറിന് അപ്പുറം ഇതിൻ്റെ ഉള്ളിൽ അടിയിലെ ഇതിലാണ് ബാറ്ററി ഇരിക്കുന്നത്. ഇത് നമുക്ക് സോളാർ പാനൽ കണക്ട് ചെയ്തിട്ടൊരു സോളാർ സിസ്റ്റമായിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. ആവശ്യമില്ലെങ്കിൽ പാനലില്ലാണ്ട് ഇൻവെർട്ടറായിട്ട് ഉപയോഗിക്കാം. നമ്മൾ കൺവെൻഷണൽ ബാറ്ററി സെപ്പറേറ്റ് വീടുകളിൽ വയ്ക്കാൻ അത് മെയിൻ്റനൻസ് ഇല്ലാത്ത ഇതിൻ്റെ അടിയിൽ തന്നെയാണ് അതിൻ്റെ ബാറ്ററി സിസ്റ്റം. അപ്പോൾ ഒരു സിംഗിൾ പ്രൊഡക്റ്റ് പോലെ ഇരിക്കും. നമുക്ക് പലപ്പോഴും ഒരു തോന്നലുണ്ടാവും, മുന്നും സീൽഡ് ബാറ്ററി അവൈലബിൾ അല്ല UPSൻ്റെ ഉള്ളിലെല്ലാം ബാറ്ററിയിൽ. അതും അന്നത്തെ ബാറ്ററി എന്ന് പറയുന്നത് ലെഡ് ആസിഡ് ബാറ്ററീസ് ആണ്. അത് 3-4 വർഷം കഴിയുമ്പോൾ മാറ്റണം. ഈ ബാറ്ററിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി സീൽഡ്. ഇതിന് യാതൊരു പൊല്യൂഷനും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. പിന്നെ വളരെ ലോങ് ലൈഫ്, 10-15 വർഷം ലൈഫ് കിട്ടും എന്നുള്ളതാണ് പിന്നത്തെ ഒരു ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇതിൻ്റെ കോമ്പാക്ട്നെസ്, ലൈറ്റ് വെയിറ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ടൈപ്പ് ഓഫ് ബാറ്ററി യൂസ് ചെയ്ത് വരുന്നത്. ഇതിന് ഞാൻ സ്പെസിഫിക്കേഷനിലേക്കൊന്നും പോകുന്നില്ല. ഇതിൽ നമ്മളിപ്പം 3 പ്രൊഡക്റ്റ് റേഞ്ചാണ് ലോഞ്ച് ചെയ്യുന്നത്. 1000 VA, 2000 VA, 3000 VA. ഈ പ്രൊഡക്റ്റുകൾക്ക് അടിയിൽ തന്നെ നമുക്ക് ബാറ്ററി ആ മോഡൽ തന്നെ ഇരിക്കും. രണ്ടും കൂടി ഒരുമിച്ച് വെച്ചാൽ നമുക്ക് ബാറ്ററി ഏത് ഇൻവെർട്ടർ ഏതെന്നുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. 3 ടൈപ്പ് ഓഫ് ബാറ്ററി നമ്മൾ ഇവിടെ നിന്ന് ലോഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ലോഞ്ചിൻ്റെ പ്രൊഡക്റ്റ് റിലീസ് ചെയ്യണ സെറമണിയിലേക്ക് കയറാം നമുക്ക്. സോ വൺസ് അഗൈൻ വിൽ ഗോ ടു ദി നെക്സ്റ്റ് ലെവൽ. സോ വിത്ത് യുവർ പെർമിഷൻ വി ആർ ഗോയിങ് ടു launch the new product of Icon. ഇത് ഇൻവെർട്ടർ പ്ലസ് ബാറ്ററി ഇതിൻ്റെ അകത്ത് തന്നെയാണ്. ഇത് 2 സ്റ്റെപ്പാണ് ആക്ച്വലി. നമുക്ക് ഈ കൺവെൻഷണലായിട്ട് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ബാറ്ററി ആവശ്യമില്ല, കൺവെൻഷണൽ ബാറ്ററി മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടോപ്പ് മാറ്റി വെച്ചിട്ട് സാധാരണ ബാറ്ററിക്ക് നമുക്ക് കണക്ട് ചെയ്യാം. ഇവിടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളതാണ് ഡിഫറെൻറ്റ് മോഡൽ ഓഫ് ബാറ്ററിയും ഇൻവെർട്ടേഴ്സും. ഇതിൻ്റെ ഉള്ളിൽ സാധാരണ ഇൻവെർട്ടർ മാത്രമല്ല, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സോളാർ ഇൻവെർട്ടർ. MPPT കൺട്രോൾസും ഇത് ചെയ്തിട്ടുണ്ട്. നമ്മളിതൊരു 2-2.5 വർഷത്തെ റിസർച്ചിൻ്റെ ഔട്ട്പുട്ടാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഇന്ത്യയിലത്തെ വൺ ഓഫ് ദി ഫസ്റ്റ് കമ്പനി ഇൻ ഇന്ത്യ. വി ആർ പ്രൗഡ് ഓഫ് ദാറ്റ് ടു ഇൻട്രൊഡ്യൂസ് ദിസ് കൈൻഡ് ഓഫ് പ്രൊഡക്റ്റ്. ഈ ബാറ്ററി ബാങ്ക് നമുക്ക് ഇവിടെ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആഡ് ചെയ്യണം. എനിക്ക് ആവശ്യം 2 ദിവസത്തേക്കുള്ള ബാക്കപ്പ് വേണം എന്നുള്ള ഒരാൾക്കുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിലേക്ക് നെക്സ്റ്റ് അപ്പ് ബാറ്ററി ഇതേപോലെ തന്നെ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ അതെടുത്ത് ഇവിടെ കൊണ്ടുവരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കാം. ഇതൊരു ബാറ്ററി പാക്കാണ്. ഇതെടുത്ത് ഇതിൻ്റെ അടിയിൽ വെച്ച് നമുക്ക് ടൈം ഇനിയും കൂട്ടാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാറ്ററി പാക്ക് ചെയ്ത് മുകളിലേക്ക് കയറ്റി വയ്ക്കാം. സോ ദിസ് എ ന്യൂ ജനറേഷൻ ബാറ്ററി. ദിസ് സെയിം കൺസെപ്റ്റ് ഓഫ് ബാറ്ററിയാണ് നമ്മളിപ്പോൾ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് ചെയ്യുന്നത്. ഇന്ന് ഇന്ത്യയിൽ ഒരു കമ്പനിയാണ് ലിഥിയം അയോൺ പാക്ക് മാനുഫാക്ചറിങ് ഫോർ ഫോക്ക് ലിഫ്റ്റ് ആപ്ലിക്കേഷൻ. അത് ഇന്ന് ഇന്ത്യയിൽ വേറെ ആരും അത് ചെയ്തു തുടങ്ങിയിട്ടില്ലേ. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഗോദ്രേജ് എന്ന കമ്പനിക്ക് നമ്മൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വി ആർ പ്രൗഡ് ടു സേ ദാറ്റ് സം ഓഫ് ദി ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് ഫസ്റ്റ് ടൈം ഇന്ത്യ വി ആർ ഇൻട്രൊഡ്യൂസിങ്. അതേപോലെ തന്നെ ഇതേപോലെ സ്റ്റാക്കബിൾ ആയിട്ടുള്ള ഒരു ബാറ്ററി സിസ്റ്റം ഇതുവരെയും ആരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. വി ആർ ദി ഫസ്റ്റ് ഇൻ ടു ദാറ്റ്. സോ വി ആർ ഹാപ്പി ടു ഇൻട്രൊഡ്യൂസ്. ഐ വാണ്ട് യുവർ സപ്പോർട്ട് ഫോർ ദിസ് പ്രൊഡക്റ്റ് ടു ലോഞ്ച്. കാരണം ഇതിൽ പ്രവർത്തിച്ച 3 എഞ്ചിനീയേഴ്സും R&D ഡിവിഷനും നമുക്കുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് അംഗീകാരത്തോടു കൂടിയുള്ള ഒരു R&D സെൻറ്റർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഐ താങ്ക് ദം ആൻഡ് ഐ കൺഗ്രാറ്റുലേറ്റ് ദം ടു ബ്രിങ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ്. വി ഗോട്ട് എ വെരി ഗുഡ് ഫീഡ്ബാക്ക് ഫ്രം ദി പീപ്പിൾ ഹു ആർ സീൻ ദിസ്. നമ്മൾ വിചാരിക്കും ലിഥിയം ബാറ്ററി എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന സൈസിൽ ബാറ്ററി ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ ഈ പല സെല്ലുകളും വെച്ചിട്ട് പല ഷേപ്പിൽ നമുക്ക് ചെയ്യാം. അത് പരന്ന് വളരെ ഒരു 2 ഇഞ്ചിൽ ഹൈറ്റിൽ പരത്തി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് ഡിഫൻസ് ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈസ് ഡസിൻ മാറ്റർ. നമ്മൾ പണ്ടത്തെ പോലെ ബാറ്ററി ഇന്ന സൈസ് ആവുള്ളൂ ഇങ്ങനെ ആവുള്ളൂ ഒന്നുമില്ല. ഏത് സൈസും ഏത് ഷേപ്പിലേക്കും. ഇതിൽ ഇലക്ട്രോണിക്സ് കൂടിയും ഉള്ളിൽ വരും. അപ്പോൾ ഈ സൈസാണ് നമ്മൾ ഇലക്ട്രിക് ബാറ്ററി അല്ലെങ്കിൽ ബൈക്കുകൾക്കുള്ള ബാറ്ററി നമ്മൾ ചെയ്യുന്നത്. ഇത് സാധാരണ നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററി ആയിട്ട് റീപ്ലേസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് ഓൾമോസ്റ്റ് ഒരു 75 അല്ലെങ്കിൽ 50 കിലോ 60 കിലോ തൂക്കം വരുന്ന ഒരു ബാറ്ററിയാണ് നമ്മളിപ്പോൾ വളരെ കാണിക്കുന്നത്. ഇറ്റ് വിൽ ബി വെരി കോമ്പാക്ട്. 48 വോൾട്ട്. ഇത് ബൈക്കിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഈ കൺസെപ്റ്റ് ചെറിയ ബാറ്ററി
എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലാതെ നമുക്ക് വലിയ വെഹിക്കിളിനുള്ള ബാറ്ററി ഇതിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് ഉണ്ടാക്കി അതിൽ ഇലക്ട്രോണിക്സ് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് റേഞ്ച് ആണിത്. സോ ദിസ് എ ഡിസ്ട്രപ്റ്റീവ് ടെക്നോളജി വിത്ത് ദി കൺവെൻഷണൽ ബാറ്ററി. നമുക്ക് ഏറ്റവും വലിയ പ്രോബ്ലം ബാറ്ററികളിൽ വെക്കുന്നത് ഒന്ന് പൊല്യൂഷൻ, പിന്നെ ലൈഫ്. നമ്മളൊരു വീടുകളിൽ എല്ലാ വീടുകളിലും ഇവിടെ ഇരിക്കുന്ന ഓരോ വീട്ടിൽ ഇൻവേർട്ടേഴ്സ് ഉണ്ടാവാം. വി ആർ ദി ഫസ്റ്റ് ഇൻ ഇന്ത്യ ടു സ്റ്റാർട്ട് ഇൻവേർട്ടേഴ്സ്. എൻ്റെ പ്രോജക്റ്റ് കോളേജിലെ ഇൻവെർട്ടർ ആയിരുന്നു. അങ്ങനെയാണ് ഐക്കോണിലെ ഇൻവെർട്ടർ ആദ്യമായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യാൻ കാരണം. അതുകൊണ്ട് തന്നെയാണ് പഠിച്ച ഒരു കാര്യം ഫസ്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റിയത് കൊണ്ട് മാത്രമാണ് അന്ന് നാഷണൽ അവാർഡ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള കിട്ടിയിട്ടുള്ളത്. സോ ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഇൻവെർട്ടർ തന്നെ പുതിയൊരു ടെക്നോളജി ആദ്യമായിട്ട് വീണ്ടും കൊണ്ടുവരുന്നത്. സോ ദിസ് ആർ ദി മോഡൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ആർ വെൽക്കം. ടു വീലറിന് ഞാൻ സ്പെസിഫിക്കായിട്ട് ഒരു കമ്പനിയുടെ പേര് പറഞ്ഞില്ല. കാരണം ടു വീലർ കമ്പനികൾ ഇപ്പോഴാണ് അത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ട്രയൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ വരുന്നത് എക്സിസ്റ്റിംഗ് ടു വീലറിൽ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു ടു വീലറിൻ്റെ ഫെയിലിയർ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 വർഷം 2 വർഷം കഴിയുമ്പോൾ ബാറ്ററി ഡെഡ് ആവില്ലാണ്. ആ ബാറ്ററി മാറ്റി വയ്ക്കാന്ന് വെച്ചാൽ ടു വീലറിന് 30,000 രൂപയുള്ള ടു വീലറിൽ വീണ്ടും 20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ വീണ്ടും ആൾക്കാർക്ക് അത് മടിക്കും. അല്ലെങ്കിൽ 20,000 രൂപയുള്ള ഒരു ടു വീലറിൽ 15,000 രൂപയുടെ ബാറ്ററി ഒരു കൊല്ലം അല്ലെങ്കിൽ 1.5 വർഷം കഴിയുമ്പോൾ മാറ്റാന്നുള്ളതാണ് എൻ്റെ ഒരു സക്സസ്ഫുൾ ആവാത്ത ഒരു റീസൺ. ഇന്ന് ഈ ടൈപ്പ് ഓഫ് ബാറ്ററിയുടെ വില എവറി ഇയർ 20% കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് വയബിൾ ആണ് ഈ പ്രൊഡക്റ്റ്. അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇതിൻ്റെ ഒരു 20 to 30 to 40% വില കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ചെയ്യുന്നത് മെയിനായിട്ട് റീപ്ലേസ്മെൻറ്റ് മാർക്കറ്റുള്ള പ്രൊഡക്റ്റിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഉപയോഗിച്ച പ്രൊഡക്റ്റ് മാറ്റി അതിനുള്ള ലിഥിയം അയോൺ ബാറ്ററി പാക്കാണ് സപ്ലൈ ചെയ്യുന്നത്. ഇതിൽ AH കാൽക്കുലേഷൻ വ്യത്യാസമുണ്ടോ? ഇതിൽ വളരെ കുറവ് AH ആണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ AH നോർമലി വാട്ട്സിലാണ് പറയുക. നമ്മളിതിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാനുള്ളത്, സാധാരണ നമ്മൾ കൺവെൻഷണലിലെ AH പറയുമ്പോൾ 100 AH, ആ കൺവെൻഷണൽ ബാറ്ററിയിൽ നമുക്ക് ഫുള്ളായിട്ട് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു ലൈഫ് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 60% 70% ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബാറ്ററിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 2 അഡ്വാൻറ്റേജ് ആണ്. സാധാരണ കൺവെൻഷണൽ ബാറ്ററിയിൽ നമ്മൾ ഉപയോഗിക്കും തോറും അതിൻ്റെ വോൾട്ടേജ് കുറഞ്ഞു വരും. ഒരു 12 വോൾട്ട് ബാറ്ററി എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 12 വോൾട്ട് ബാറ്ററിയുടെ നമ്മൾ ഉപയോഗിക്കും തോറും 12 എന്നുള്ള 11 11 10 10 അപ്പോൾ നമ്മൾ കട്ട് ഓഫ് ആകും. ഈ ബാറ്ററികളുടെ പ്രത്യേകത, ലിഥിയം അയോൺ ബാറ്ററിയുടെ പ്രത്യേകത, 12 സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ലാസ്റ്റ് പോയിന്റ് വരെ ഇറ്റ് വിൽ ഓൾമോസ്റ്റ് 12 ആൻഡ് 11.8 എന്നുള്ള പോയിന്റിലെത്തും. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് വരെ എത്തുമ്പോഴാണ് ലോസ്റ്റ് 80% ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് അത് 0ലേക്ക് പോവുള്ളൂ. അപ്പോൾ ത്രൂ ഔട്ട് ദി ടൈം ഇതിൻ്റെ വോൾട്ടേജ് വിൽ റിമെയിൻ സെയിം. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് വെഹിക്കിളിനെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് റിമെയിൻ സെയിം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പീഡ് വിൽ റിമെയിൻ സെയിം. മറ്റേത് ഇപ്പോൾ നമ്മൾ 3 വീലർ നമ്മൾ കേരളത്തിൽ അത്ര ഫെമിലിയർ അല്ലെങ്കിലും 6 ലക്ഷത്തോളം 3 വീലർ ഇ റിക്ഷ എന്ന കാറ്റഗറിയിൽ ഇന്ന് ഇന്ത്യയിൽ നിന്നുണ്ട്. അതിലെല്ലാം ഏറ്റവും വലിയ പ്രോബ്ലം ബാറ്ററി ഫുൾ ആകുമ്പോൾ സ്പീഡ് കിട്ടും, കുറയുമ്പോൾ സ്പീഡ് കുറയും, വലിയ പുള്ളിയും കുറയും, ആൾക്കാർ 4 5 വെച്ച് പോകുമ്പോൾ കിട്ടില്ല. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആ ലാസ്റ്റ് ബാറ്ററിയുടെ കപ്പാസിറ്റി കഴിയുന്ന വരെ സെയിം പവർ ഇറ്റ് ക്യാൻ ഡെലിവർ. ഇത് നമ്മൾ ഇൻവെർട്ടർ ആപ്ലിക്കേഷന് ഈ കൺസെപ്റ്റ് തന്നെ കൊണ്ടുവരാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടർ ആപ്ലിക്കേഷൻ സാധാരണ വീട്ടിൽ നമുക്കൊരു 4-5 വർഷം ലൈഫ് കിട്ടുന്നതിന്, ഈ ലൈഫ് നമ്മൾ സാധാരണ ബാറ്ററി പറയുന്നത് അതിൻ്റെ നമ്പർ ഓഫ് സൈക്കിൾസ് ആണ്. ഒരു കൺവെൻഷണൽ ബാറ്ററിയുടെ ലെഡ് ആസിഡ് ബാറ്ററിയുടെ ലൈഫ് എന്ന് പറയുന്നത് 1200 സൈക്കിളാണ് ട്യൂബുലർ ബാറ്ററിക്ക് കിട്ടുക. അവർ പറയുന്ന കണ്ടീഷൻസ് ഐഡിയൽ കണ്ടീഷൻസ് ആണ്. 25 ഡിഗ്രിയിലും അന്ന് ഡിസ്ചാർജ് 50% ഡിസ്ചാർജ് പാടുള്ളൂ. അങ്ങനെയെല്ലാം പറയുമ്പോൾ കിട്ടുന്ന ലൈഫിൽ നമ്മൾ റിയൽ ലൈഫിൽ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 4 അല്ലെങ്കിൽ 5-6 വർഷം മാക്സിമം വരെ നിൽക്കും. ആ സെയിം കണ്ടീഷനിൽ ഈ ബാറ്ററി ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 3 ലൈഫ് കിട്ടും. ദാറ്റ് മീൻസ് വി ക്യാൻ ഗോ അപ് ടു 15 years. അത് വെഹിക്കിളിൽ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈഫ് അല്ല കിട്ടുക. കാരണം ഒരു വെഹിക്കിളിൽ നമ്മൾ ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് ഫുള്ളാവും, ഡിസ്ചാർജ് ആവും. അങ്ങനെ ചെയ്യുന്ന ഒരു കണ്ടീഷനിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലൈഫ് എവറി ഡേ ചാർജ് ആൻഡ് ഡിസ്ചാർജ് ആണ്. അപ്പോഴും സാധാരണ കൺവെൻഷണൽ ബാറ്ററി കിട്ടുന്നതിൻ്റെ 3 times മേലെ കിട്ടും. സാധാരണ കൺവെൻഷണൽ ബാറ്ററി ഒരു ഇലക്ട്രിക് വെഹിക്കിളിൽ ഈ റിക്ഷ പോലത്തെ വെഹിക്കിളിൽ സാധാരണ കിട്ടുന്നത് ഇപ്പോൾ 6 മാസമാണ്. ഇത് 3 വർഷം 4 വർഷം വരെ കിട്ടും. ഇൻവെർട്ടറിൽ ഫാന് ലോ ബാറ്ററി ആകുമ്പോൾ മെല്ലെ കറങ്ങാൻ തുടങ്ങും. അതേ ആ ഒരു പ്രോബ്ലം ഇതിൽ ഉണ്ടാവില്ല എന്ന് തോന്നുന്നു സാർ. ആ പ്രോബ്ലം അത് ഞാൻ പറഞ്ഞ വോൾട്ടേജ് കുറയുന്ന സിറ്റുവേഷൻ വരില്ല, ഇറ്റ് വിൽ റിമെയിൻ സെയിം.
ഫുൾ ടൈം ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് അറിയാൻ പറ്റില്ല ഇത് കുറഞ്ഞോ ഇല്ലേ, കാരണം ലാസ്റ്റ് 20% എത്തുമ്പോഴാണ് നമ്മൾ ബസർ ഇൻഡിക്കേഷൻ വെക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഒന്നുകൊണ്ട് നമുക്ക് ഇത് അറിയാൻ പറ്റില്ല കപ്പാസിറ്റി കുറഞ്ഞോ ഇല്ലെന്നുള്ളത്. ഓൺലി ഇൻഡിക്കേഷൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ മാത്രമേ കിട്ടുള്ളൂ. ഡൊമസ്റ്റിക്കിൻ്റെ പർപ്പസ് വിത്ത് ബാറ്ററി നമുക്ക് 3 ഓപ്ഷനായിട്ടാണ് നമ്മളിത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. കാരണം ഈ പ്രൊഡക്റ്റിൻ്റെ അടിയിലത്തെ ഭാഗം എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ലിഥിയം ഇല്ലാണ്ട് ഇൻവെർട്ടർ, സോളാർ ഇൻവെർട്ടർ, ന്യൂ ജനറേഷൻ ലിഥിയം ചാർജ് ചെയ്യാവുന്നുള്ള ഉണ്ട്. അതല്ല, നമുക്കത് മാറ്റി നിർത്തിയ സാധാരണ സോളാർ ഇൻവെർട്ടറായിട്ട് വർക്ക് ചെയ്തോളും. അപ്പോൾ അതിലൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, നമ്മൾ അതിൻ്റെ പ്രോഗ്രാമിൽ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം നമ്മൾ കൺവെൻഷണൽ ബാറ്ററി ആണോ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിഥിയം ആണോ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. സാധാരണ ഇതിൻ്റെ കൺവെൻഷണൽ ബാറ്ററി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അറൗണ്ട് 10,000 നിന്നാണ് ഇതിൻ്റെ ഇൻവെർട്ടറിൻ്റെ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാറ്ററി സാധാരണ ബാറ്ററിയും വിട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു 2 times കോസ്റ്റ് ഇതിന് വരും. അപ്പോൾ ബാറ്ററി സിസ്റ്റവും എല്ലാം കൂടി ഒരു 18,000 തുടങ്ങി. ലൈഫ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 3 to 4 years ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി ആ ബാറ്ററി ഡൗൺ ആവും. നമ്മൾ മാറ്റി പുതിയ ബാറ്ററി വാങ്ങി കഴിയും. അപ്പോൾ ഡബിൾ കോസ്റ്റ് വരും. ആ സമയത്ത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് അല്പം ഈ പറഞ്ഞ പെർസെൻറ്റേജ് കൂടുതലാണ്, പക്ഷേ ലൈഫ് കൂടുതൽ നിങ്ങൾ ബാക്കപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇത് അഡ്വാൻസ്ഡ് ആയിട്ട് ലിഥിയം ഫെറോസ്മൈഡ് ബാറ്ററിയാണ്. അപ്പോൾ അതിനെക്കാട്ടി കോമ്പാക്റ്റബിൾ ആണ്, കുറച്ചുകൂടെ ലൈഫ് കിട്ടും, ടൈം കിട്ടും. വെഹിക്കിൾ ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ ഈ ക്യാമറ ആപ്ലിക്കേഷനുള്ള ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈപ്പ് ബാറ്ററി നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യാം, ഫുൾ ചാർജ് ആക്കാം. 1 മണിക്കൂർ കൊണ്ട് ഡിസ്ചാർജ് ചെയ്യാം. കൺവെൻഷണൽ ബാറ്ററി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് 8 മണിക്കൂറോളം ടൈം കുത്തിയിട്ടാൽ മാത്രമേ ചാർജ് ആവുള്ളൂ. ഇപ്പം നമ്മൾ ഈ ഫാസ്റ്റ് മൊബൈലിൽ ചാർജ് ചെയ്യുന്ന പോലെ നമുക്ക് 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 മിനിറ്റുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ നമ്മൾ ഈ ബാറ്ററി 10 മിനിറ്റ് നേരം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റ് നേരം ഡിസ്ചാർജ് ചെയ്യാം. ഇത് സാധാരണ കൺവെൻഷണൽ ബാറ്ററിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത് ഇലക്ട്രിക് വെഹിക്കിളിന് വളരെ യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. കാരണം ഇപ്പം നമ്മൾ സപ്ലൈ ചെയ്ത ഒരു കമ്പനിയിൽ അവർ ഫോക്ക് ലിഫ്റ്റാണ്, അതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് അറൗണ്ട് 850 കിലോ വെയിറ്റ് വരും. അപ്പോൾ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ബാറ്ററി എടുത്ത് മാറ്റുന്നത്. അപ്പോൾ അവർക്ക് ഈ ഫോക്ക് ലിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്കിന് ഉപയോഗിക്കുന്നതാണ്, അവരുടെ വെയർ ഹൗസിൽ ഉപയോഗിക്കുന്നതാണ്. 24 hours ഫോക്ക് ലിഫ്റ്റ് ഓടണം. അപ്പോൾ ഈ ഫോക്ക് ലിഫ്റ്റ് ബാറ്ററി ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കുത്തിയിട്ട് കഴിഞ്ഞാണെങ്കിൽ 8 മണിക്കൂറോളം ടൈം എടുക്കും ചാർജ് ചെയ്യാൻ. ആ നേരം മുഴുവൻ ഈ വെഹിക്കിള് നിൽക്കണം. അപ്പോൾ അവർക്ക് വേറെ ഫോക്ക് ലിഫ്റ്റ് വാങ്ങണം. അതിന് സാധാരണ ചെയ്യുന്ന കമ്പനികൾ മുഴുവൻ ചെയ്യുന്നത് 2 or 3 ബാറ്ററി ബാങ്ക് ഉണ്ടാവും. ഈ 800 കിലോ 900 കിലോ ഉള്ള ബാറ്ററി ബാങ്ക് ഒരെണ്ണം ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫോക്ക് ലിഫ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് മാറ്റി അടുത്ത് വയ്ക്കും. നമ്മൾ ഈ ലിഥിയത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഫോക്ക് ലിഫ്റ്റിന് 300 താഴെ കിലോ ആയിട്ട് മാറി. 900 കിലോ ഉള്ള ഒരു ബാറ്ററി ബാങ്ക് 300 കിലോയ്ക്ക് താഴെയായി മാറിയെന്ന് മാത്രമല്ല, അവർക്ക് റീപ്ലേസ്മെന്റ് ആവശ്യമില്ല. കാരണം ഒരു വണ്ടി ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോക്ക് ലിഫ്റ്റ് അവിടെ ഐഡിയലായിട്ട് കിടക്കുകയാണ്. അപ്പോൾ 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ടൈം കിട്ടുമ്പോൾ അത് ചാർജറിൽ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നേരം ഓടി ചെയ്ത് അപ്പോൾ അത്രയും ചാർജായി. അപ്പോൾ വലിയൊരു ബാറ്ററി ബാങ്ക്, ആ ബാറ്ററി ബാങ്ക് ചാർജ് ചെയ്യാനുള്ള സ്റ്റേഷൻസ്, ഇങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ അത് അവോയ്ഡ് ചെയ്യും. ഈ കൺസെപ്റ്റിനാണ് നമ്മുടെ വീടുകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല, നമ്മൾ വിചാരിക്കുന്നതിലും വളരെ ഫാസ്റ്റായിട്ട് ഒരു സുനാമി വരണ പോലെയാണ് വരാൻ പോകുന്നത് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ യുഗം. നമ്മൾ കൺവെൻഷണൽ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് 5 വർഷം എടുക്കും, 10 വർഷം എടുക്കും. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, നമ്മൾ ലാൻഡ് ലൈൻ മാറി ഇത് വരാനായിട്ട് എത്ര സമയം എടുത്തു. ലാൻഡ് ലൈൻ ചെയ്തിരുന്ന എല്ലാ കമ്പനികളും പൂട്ടി, ചേഞ്ച് ചെയ്യാത്തവർ. അതേപോലെ ഒരു സുനാമി പോലെയാണ് ഈ സെഗ്മെന്റ് ഓഫ് ടെക്നോളജി വന്ന് മാർക്കറ്റിൽ ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. കേരള ഗവൺമെന്റ് ഈസ് വൺ ഓഫ് ദി ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ടു ഇൻട്രൊഡ്യൂസ് 6 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സിറ്റിയിൽ ഇലക്ട്രിക് ഓട്ടോറിക്ഷ മാത്രമേ രജിസ്ട്രേഷൻ കൊടുക്കുകയുള്ളൂ എന്നുള്ള പോളിസി ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിക്വയർമെൻറ്റ് വളരെ, ഒന്ന് ഇതിൻ്റെ ഇനീഷ്യൽ റണ്ണിങ് കോസ്റ്റ് എല്ലാം കുറവാണ്. ഈ ബാറ്ററി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊല്യൂഷൻ ഇല്ല എന്നുള്ള ഏറ്റവും വലിയൊരു കാര്യം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് വളരെയധികം വലുതാണ്. ലൈഫ് വളരെ കൂടുതലാണ്. ഈ എല്ലാ ഗുണം ഉണ്ടെങ്കിൽ കൺവെൻഷണൽ വണ്ടിയിലേക്ക് ആരെന്തിന് പോകണം. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് നമ്മൾ വിചാരിക്കുന്നതും വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യും. ഇതിനാണ് ഡിസ്റപ്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്. ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റ് മാറി പുതിയ ടെക്നോളജിക്ക് പോവാണ്. നമ്മൾ വിചാരിക്കുക എങ്ങനെ ഇത് ഇമ്പാക്ട് ചെയ്യും 5 വർഷത്തിനുള്ളിൽ. 5 വർഷത്തിനുള്ളിൽ പറഞ്ഞിട്ടുള്ളത് 35 to 40% വണ്ടികൾ വിൽ ബി കൺവേർട്ടഡ് ടു ഇലക്ട്രിക്.
ഒരു സാധാരണ വണ്ടികളിൽ 1500 പാർട്സ് ഉള്ളപ്പോൾ ഒരു ഇലക്ട്രിക് വെഹിക്കിളിന് ഇഞ്ചിന് പകരമാണ് ഈ ബാറ്ററി. അതിൻ്റെ മോട്ടറുണ്ട്, കൺട്രോളറും. ഒരു 30-40 പാർട്ടിലേക്കായിട്ട് ചുരുങ്ങാണ്. അപ്പോൾ നമ്മൾ റേഡിയേറ്റർ ഉണ്ടാക്കുന്ന കമ്പനി എന്ത് ചെയ്യും? ബാറ്ററി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനി എന്ത് ചെയ്യും? സോ ഇറ്റ്സ് എ വെരി അലാമിങ് ഏരിയ. അതുകൊണ്ട് നമ്മൾ ആദ്യം വിചാരിക്കും ഇതൊന്നും ഇപ്പോൾ ഒന്നും വരില്ല ഇന്ത്യയിൽ, ഇറ്റ് വിൽ ടേക്ക് ടൈം. കേരളം തന്നെ ഇത്ര ഇനിഷ്യേറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിലേക്ക് എന്തുമാത്രം ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സോ ഇറ്റ്സ് എ ഫാസ്റ്റ് ഡെവലപ്പിംഗ് ടെക്നോളജി. നമ്മൾ വിചാരിക്കുന്നതിലും വളരെ ഫാസ്റ്റായിട്ട് ഇറ്റ് വിൽ ഗെറ്റ് ഇംപ്ലിമെൻറ്റഡ്. അതുകൊണ്ട് തന്നെ 2 ഗുണങ്ങളാണ്. ഇതിൻ്റെ കോസ്റ്റ് ഓരോ കൊല്ലം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളിവിടെ ഒരു ഫസ്റ്റ് സെയിൽ കൂടി കണ്ടക്ട് ചെയ്യേണ്ട ഈ പ്രൊഡക്റ്റ് നമ്മൾ ഫസ്റ്റ് സെയിലിന് വേണ്ടിയിട്ട് നേരത്തെ ചോദിച്ചു. അപ്പോൾ ഇതിൽ നമ്മൾ ബാറ്ററി ഇല്ലാണ്ട് ഇതിൻ്റെ കേസ് ഇത്രയോ വരുന്നുള്ള ഇൻവെർട്ടർ, ബാറ്ററി പാർട്ട്, ഇൻവെർട്ടറിനും വെയിറ്റ് കുറവാണ് ബാറ്ററിക്ക്. ഇത് 12 വോൾട്ടിൻ്റെ ഇൻവെർട്ടറിൻ്റെ കൂടെയുള്ള ഒരു ബാറ്ററി ബാങ്ക് ആണ്. അതാണ് ഇൻവെർട്ടർ. അതിൻ്റെ വെയിറ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ എടുത്ത് നോക്കാം. ആ ഇൻവെർട്ടറിൻ്റെ വെയിറ്റ് കുറവാണ് ഇതിൻ്റെ ബാറ്ററി ബാങ്കിന് വരുന്നത്. Thank you, sir. Now, the section of first sale. I invite our chairman for doing first sale of Solis inverter to Mr. Dias, the proprietor of Scientech Systems, Irinjalakuda. Congratulations, sir. Thank you, sir. Mr. Maheshwaran, our General Manager, Hicon India Limited, for vote of thanks. ഗുഡ് ഈവനിങ് ആൾ. ബഹുമാനപ്പെട്ട ഹൈക്കോൺ ഗ്രൂപ്പ് ചെയർമാൻ മിസ്റ്റർ ക്രിസ്റ്റോ ജോർജ്, പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ഹരികുമാർ സർ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ, ഹൈക്കോൺ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഡീലേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ പത്രസമ്മേളനത്തിനും പ്രൊഡക്റ്റ് ലോഞ്ചിനും തൻ്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ക്രിസ്റ്റോ ജോർജ് സാറിനെ ആദ്യമായി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ വഴികാട്ടിയായ ശ്രീ ഹരികുമാർ സാറിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പത്രസമ്മേളനത്തെ ഒരു വിജയമാക്കാൻ സഹായിച്ച എല്ലാ പത്രദൃശ്യ മാധ്യമ സുഹൃത്തുക്കൾക്കും എൻ്റെ പേരിലും ഹൈക്കോണിൻ്റെ പേരിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അവസാനമായി ഈ ഫംഗ്ഷൻ നല്ല രീതിയിൽ നടത്തുവാൻ വേദിയൊരുക്കിയ വളപ്പില കമ്മ്യൂണിക്കേഷൻ, ഈഗിൾ ഐ ക്രിയേഷൻ, റെനൈ കൊച്ചി ഹോട്ടൽ എന്നിവർക്കും എൻ്റെ സ്വന്തം പേരിലും ഹൈക്കോണിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കുമായി ഒരു ഡിന്നർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. താങ്ക് യു. Thank you, everybody. അത് ഒരു കാരണം അതിൻ്റെ മാസ് വോളിയം വരുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എല്ലാ വർഷവും ഒരു 15-20% വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വില കുറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പ്രൊഡിക്ഷൻ വെച്ചിട്ട് ഒരു 2 വർഷത്തിനുള്ളിൽ അത് കൺവെൻഷണൽ ബാറ്ററിയുടെ സെയിം ലെവലിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺവെൻഷണൽ ബാറ്ററി ആവശ്യം വരില്ല. കാരണം കൺവെൻഷണൽ ബാറ്ററി എന്ന് പറഞ്ഞാൽ ലെഡ് ആസിഡ് ബാറ്ററിയാണ്. അത് പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, അതിൻ്റെ വെയിറ്റ് ഹെവിയാണ്, മെയിൻ്റനൻസ് ആവശ്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇസ് എ വെരി കോമ്പാക്ട് ഗ്രീൻ പ്രൊഡക്റ്റാണ്. ഇത് വെയിറ്റ് വളരെ കുറവാണ്, ഇത് മെയിൻ്റനൻസും ഇല്ല. അപ്പോൾ ഇത് ഈസി ടു റീസൈക്കിൾ ഓൾസോ. അത് വളരെ വർഷം കഴിഞ്ഞിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ലൈഫ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ. അപ്പോൾ ഇതിൻ്റെ എക്കണോമിക്സ് നോക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ലെഡ് ആസിഡിലും വളരെ എക്കണോമിക്കലായി മാറും ഈ വരുന്ന വർഷങ്ങൾ. ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഹൈക്കോണിൻ്റെ സോളാർ ഇൻവേർട്ടേഴ്സ് പ്ലസ് ലിഥിയം അയോൺ ബാറ്ററി വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ്. കൺവെൻഷണൽ ബാറ്ററിനെയും വിട്ടിട്ട് ഈ ബാറ്ററി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻകോപ്പറേറ്റ് ചെയ്യാം. ഇതിൻ്റെ കോമ്പാക്ട്നെസ്, ലൈഫ് സാധാരണ ബാറ്ററിയും വിട്ടിട്ട് 3 ടൈംസ് കൂടുതലാണ്. ലൈറ്റ് വെയിറ്റ് ആണ്, കോമ്പാക്റ്റ് ആണ്. ഇതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. ഇൻവെർട്ടറിന് ഇതേപോലെ പ്രത്യേകതയുണ്ട്. ഇതിൽ സാധാരണ കൺവെൻഷണൽ ഇൻവെർട്ടറിനെയും വിട്ടിട്ട് കൺസംഷൻ, നമ്മൾ സാധാരണ ഒരു ഇൻവെർട്ടർ വീട്ടിൽ ഓൺ ചെയ്തിട്ടാൽ തന്നെ 1 യൂണിറ്റോളം കൺസ്യൂം ചെയ്യും, വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും. ഈ കൺസെപ്റ്റ് ഓഫ് ഇൻവെർട്ടറിൽ അത് 0 പവറാണ് കൺസ്യൂം ചെയ്യുക. പിന്നെ ഈ ബാറ്ററി ഇതിലേക്ക് കൂടി കണക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻവെർട്ടറാണ്.
സോളാർ കൂടിയും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സോളാറിൽ നിന്ന് ആവശ്യമുള്ള സമയത്ത് എനർജി എടുത്ത് മുഴുവൻ സ്റ്റോർ ചെയ്തിട്ട് ഈ ബാറ്ററി റിപ്പീറ്റഡായിട്ട് എത്ര വട്ടം വീട്ടിലേക്ക് ആവശ്യത്തിനനുസരിച്ച് പവർ കൊടുത്താലും ഇതിൻ്റെ ലൈഫിനെ അഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ പ്രോഡക്റ്റ് 3 കാറ്റഗറിയിലാണുള്ളത്. നമുക്ക് ഒരു പണ്ടത്തെ VCR പോലെ ഈ ബാറ്ററിയാണ് കാണാം. അപ്പോൾ എവിടെ വേണമെങ്കിലും വെക്കാം, കോമ്പാക്റ്റ് ആക്കാം, അടച്ച റൂമിൻ്റെ ഉള്ളിൽ ഇത് വെക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. താങ്ക് യു.